ഇന്ന് പരിചയപ്പെടുന്നത് വെള്ളവയറൻ കടൽപ്പരുന്ത്, വൈറ്റ് ബെല്ലിയഡ് സീ ഈഗിൾ എന്നതാണ് ഇംഗ്ലീഷ് പേര്. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമറിറ്റസ് സയൻറ്റിസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി കേരളയുടെ 104ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളവയറൻ കടൽപ്പരുന്ത്, വൈറ്റ് ബെല്ലിയഡ് സീ ഈഗിൾ എന്നതാണ് ഇംഗ്ലീഷ് പേര്. ഇത്യോഫാഗ ലൂക്കോഗാസ്റ്റർ എന്നതാണ് ശാസ്ത്രീയ നാമം. ഇന്ത്യയും ശ്രീലങ്കയും അടക്കം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ, ടാസ്മാനിയ, തെക്കൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ കടൽത്തീരങ്ങളും അഴിമുഖങ്ങളും നദീതീരങ്ങളും നീർത്തടങ്ങളുമൊക്കെ ആണ് വെള്ളവയറൻ കടൽപ്പരുന്തിൻ്റെ ആവാസ കേന്ദ്രങ്ങൾ. കേരളത്തിലെ കടലോരങ്ങളിലും അഴിമുഖങ്ങളിലും നദീതീരങ്ങളിലും അവയോട് ചേർന്ന് കിടക്കുന്ന നീർത്തടങ്ങളിലും വെള്ളവയറൻ കടൽപ്പരുന്തിനെ കാണാവുന്നതാണ്. പ്രായപൂർത്തിയായ വെള്ളവയറൻ കടൽപ്പരുന്തിൻ്റെ നീണ്ട കഴുത്തും ചെറിയ തലയും ശരീരത്തിൻ്റെ കീഴ്ഭാഗവും നല്ല വെള്ള നിറമാണ്. പക്ഷിയുടെ ഉപരിഭാഗം ചാരനിറം കലർന്ന തവിട്ട് നിറമോ കറുപ്പ് കലർന്ന തവിട്ട് നിറമോ ആയിരിക്കും. പ്രായപൂർത്തിയെത്തിയ പക്ഷിയുടെ തൂവെള്ള നിറമുള്ള ചെറിയ വാലിന് ത്രികോണാകൃതിയാണ്. വാൽദേഹത്തോട് ചേരുന്ന ഭാഗം തവിട്ട് നിറമായിരിക്കും. പക്ഷിയുടെ കൊക്കിന് ചാരനിറം, കാലുകൾക്ക് ചാരനിറം കലർന്ന മഞ്ഞ നിറം. 5-6 വർഷങ്ങളെടുക്കും വെള്ളവയറൻ കടൽപ്പരുന്തുകൾ പ്രായപൂർത്തിയിലെത്താൻ. പ്രായമെത്താത്ത പക്ഷികളുടെ ഉപരിഭാഗം പൊതുവെ നല്ല തവിട്ട് നിറമായിരിക്കും. പ്രായപൂർത്തിയായ ആൺപക്ഷികൾക്ക് 70 മുതൽ 80 സെൻറ്റിമീറ്റർ നീളവും 18 കിലോഗ്രാമോളം തൂക്കവും ഉണ്ടായിരിക്കും. പെൺപക്ഷികൾക്ക് പൊതുവെ ആൺപക്ഷികളേക്കാൾ വലിപ്പക്കൂടുതലുണ്ടാകും. മീനുകളും ഞണ്ടുകളും കടൽ പാമ്പുകളും നീർക്കാക്കകളും ചെറിയ കടൽ പക്ഷികളുമൊക്കെയാണ് കടൽപ്പരുന്തിൻ്റെ പ്രധാന ആഹാരം. കടൽപ്പരപ്പിൽ പൊങ്ങിക്കിടക്കുന്ന മൃതപ്രായമായ മറ്റ് ജലജീവികളെയും ഭക്ഷണമാക്കാറുണ്ട്. കടൽപ്പരപ്പിന് 10-20 മീറ്ററോളം ഉയരത്തിൽ വട്ടമിട്ട് പറന്ന് ഒറ്റക്കും ഇണയോടൊത്തും ഇര തേടാറുണ്ട്. ഇരയെ കണ്ടെത്തിയ ശേഷം കടൽപ്പരപ്പിലൂടെ തെന്നി നീങ്ങി ചിറകുകൾ പൂട്ടി ശരവേഗത്തിൽ താഴ്ന്ന് വെള്ളത്തിൽ മുങ്ങാതെ ജലനിരപ്പിനടുത്തെത്തുമ്പോൾ കാലുകൾ തൂക്കിയിട്ട് കൂർത്ത നഖങ്ങൾ കൊണ്ട് ഇരയെ റാഞ്ചിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇരയെ സമീപമുള്ള വൃക്ഷശിഖരങ്ങളിൽ കൊണ്ടുവന്ന് പിച്ചിച്ചീന്തി ഭക്ഷിക്കും. കടലിലെ ഇരപിടുത്തമൊക്കെ കഴിഞ്ഞ് അടുത്തുള്ള നീർത്തടങ്ങളിൽ ഇടയോടത്ത് വന്ന് കുളിച്ച് രസിക്കാറുമുണ്ട്. വെള്ളവയറൻ കടൽപ്പരുന്ത് ജീവിതകാലം മുഴുവൻ ഒരു ഇണപക്ഷിയോട് കൂടിയായിരിക്കും കഴിയുക. ഇണപക്ഷിയുടെ മരണശേഷം മാത്രമേ വേറൊരു ഇണപക്ഷിയോടൊത്ത് കഴിയുകയുള്ളൂ. കേരളത്തിൽ ഒക്ടോബർ മുതൽ ജനുവരി മാസങ്ങളിലാണ് വെള്ളവയറൻ കടൽപ്പരുന്തുകളുടെ പ്രജനനകാലം. ഇണചേരുന്ന സന്ദർഭങ്ങളിൽ പക്ഷി ഉച്ചത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയും ഇണയെ ആകർഷിക്കാൻ ആകാശത്ത് വട്ടമിട്ട് പറന്ന് കസരത്ത് കാണിക്കുകയും ചെയ്യാറുണ്ട്. കടലിലേക്കും നദിയിലേക്കും തള്ളി നിൽക്കുന്ന 20 മുതൽ 50 മീറ്റർ വരെ ഉയരമുള്ള വൃക്ഷങ്ങളുടെ തലപ്പിലും ചിലപ്പോൾ പാറക്കെട്ടിലുമൊക്കെയാണ് കൂടൊരുക്കുന്നത്. ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ച് ഒരു വലിയ കോപ്പക്കൂടാണ് ഒരുക്കുന്നത്. കൂട് ഓരോ വർഷവും പുതുക്കി പണിയുകയും ചെയ്യും. വെളുത്ത 2 മുട്ടകളാണ് കൂട്ടിലുണ്ടാവുക. മുട്ട വിരിയാൻ 40 ദിവസത്തോളം എടുക്കും. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മങ്ങിയ വെള്ള നിറമായിരിക്കും. ഏതാണ്ട് 70 ദിവസത്തോളം എടുക്കും പറക്കമുറ്റാൻ. പക്ഷേ 5-6 മാസത്തോളം കൂട്ടിൽ തന്നെ രക്ഷിതാക്കളുടെ സംരക്ഷണത്തിലായിരിക്കും കുഞ്ഞുങ്ങൾ കഴിയുക. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട വൈറ്റ് ബെല്ലിയഡ് സീ ഈഗിൾ എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ തദ്ദേശീയരും വിദേശീയരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.